ഉച്ചക്കത്തെ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വനനിരീക്ഷണം ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനും അമ്മയും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. നല്ല മഴക്കാറുണ്ട്. 2, 3 ദിവസമായിട്ട് ഈ മഴക്കാറുണ്ടെന്നല്ലാതെ മഴ പെയ്യുന്നില്ല കേട്ടോ. നല്ല ചൂടാണ്. നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഫാനില്ലാതെ ഇരിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. പക്ഷെ പഴയ അത്ര ചൂടില്ല, എന്നാലും ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരുത്തൻ റൂമിൽ ഭയങ്കര ഫോണും ഞോണ്ടിക്കൊണ്ട് ഇരിക്കുകയുണ്ട്. ചോറുണ്ണലൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പ്. ചോറുണ്ണുന്നതിന് മുമ്പ് ഒരു 3-4 ഉറക്കം കഴിഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഉറങ്ങിയാൽ ശരിയാവില്ലല്ലോ എന്ന് കരുതി കുത്തിപ്പൊക്കിയിട്ട് ഞാൻ പറഞ്ഞു, പാടത്തേക്ക് പോവുക നമുക്ക്, നിങ്ങൾ വന്നതിന് ശേഷം എൻ്റെ കൂടെ പാടത്തേക്ക് വന്നിട്ടില്ല പറഞ്ഞിട്ട്. ഇന്നൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് ചോദിച്ചാൽ അവൾക്ക് അപ്പം പാടം കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സമയം ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ 3 മണിയായില്ലേ, ഇനിയിപ്പോൾ 4 മണിയാകുമ്പോൾ ചായ കുടിക്കണം, നമുക്കൊന്ന് പോയിട്ട് നടന്നിട്ട് വരാറുണ്ട്. ഇപ്പോഴാകുമ്പോൾ ഈ ഇടമഴ കിട്ടിയത് കൊണ്ട് പാടത്ത് നല്ല പച്ചപ്പുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തൊരു ചേട്ടൻ കൃഷി നടത്തിയിട്ടുണ്ട്, വെണ്ടയ്ക്ക, പാവൽ, പയർ, അങ്ങനെ കുറേ സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പയറൊക്കെ അങ്ങനെ പൂവ് വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വെണ്ടയ്ക്കും ഒരു ഇതൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ നല്ലൊരു സുഖം, നല്ലൊരു രസം തോന്നുന്നു. കാരണം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ നമ്മുടെ നെല്ലും ഇടയിലൊക്കെ ഒന്ന് കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ. പാടമൊക്കെ ഇങ്ങനെ വറ്റി വരേണ്ട പോലെ തന്നെ, വെള്ളമൊന്നുമില്ല. പക്ഷേ ഒരു ഇടമഴ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് ഉള്ളൊരു പച്ചപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിനിടയ്ക്ക് വന്നപ്പോൾ നല്ല കാറ്റിട്ടോ, വീട്ടിലിരിക്കുന്ന പോലെയല്ല, പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ വരുന്നത്. നല്ല മഴക്കാറുണ്ട്. ഇപ്പം പെയ്യും എന്ന് ചോദിച്ചാൽ പെയ്യൊന്നുമില്ല, നമ്മളെ കൊതിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ഈ വാഗമരച്ചോട്ടിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറ്. ഇത്തവണ മാഷ് വന്നിട്ട് എൻ്റെ കൂടെ വന്നിട്ടില്ല കേട്ടോ. മറ്റത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ വന്നിരിക്കുകയായിരുന്നു. മാഷിന് ഇപ്പോൾ ഉറങ്ങാൻ തന്നെ സമയം തികയണില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ 3-4 പേര് ഇരിക്കുന്നുണ്ട്. അവരുടെ പ്രൈവസി മാനിച്ച് നമ്മളിങ്ങോട്ട് അങ്ങനെ പോന്നു കേട്ടോ. കാരണം അവരവിടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് മോശമല്ലേ എന്ന് കരുതി ഞാനും മാഷും കൂടെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. അതിൻ്റെ ഇടയ്ക്ക് മാഷി നമ്മുടെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് മാവ് കണ്ടപ്പോൾ മാഷ് പറഞ്ഞു, ഇതിൻ്റെ മാങ്ങ പഴുത്താൽ കൊള്ളൂല ചോദിച്ചു. ഞാൻ ഇതുവരെ കഴിച്ചില്ല. ഞങ്ങൾ ഈ നാട്ടിൽ വന്നതിന് ശേഷം ആ മാവിൽ നിന്ന് പച്ചമാങ്ങ പൊട്ടിച്ചിട്ടുണ്ട് എന്നല്ലാതെ പഴുത്ത മാങ്ങ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, കൊള്ളില്ല എന്നാണ് എല്ലാവരും പറയൽ കേട്ടോ. അപ്പോൾ പക്ഷേ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പറിച്ച് നോക്കാം നമുക്ക്, എന്നിട്ട് പഴുപ്പിച്ച് നോക്കാം, കൊള്ളില്ല എന്നുള്ളത് അറിയാമല്ലോ എന്ന് വെച്ചു. കുറേ നേരം വാന നിരീക്ഷണമൊക്കെ നടത്തിയിട്ട് നല്ല മഴക്കാറ് കണ്ടോ. പക്ഷെ പെയ്യുമെന്നുള്ള അറിയില്ല. ചെറിയ രീതിയിൽ മിന്നലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോയിട്ട് തിരിച്ച് വന്നിട്ട് കൊടുവാളൊക്കെ എടുത്ത് വന്നിട്ട് തോട്ടിക്കൊരു ഇത് കെട്ടാൻ വേണ്ടിയിട്ട്, എന്താ പറയുക, കൊളുത്ത് കെട്ടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് കുറച്ച് മാങ്ങയൊക്കെ പറിച്ചിട്ട് മാഷ് കുറച്ച് മാങ്ങയൊക്കെ പറിച്ച് തന്ന്, അങ്ങനെ പിന്നെ മാങ്ങയൊക്കെ പറിച്ച് ഞാൻ കവറിലിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു കുറച്ച് മാങ്ങ പറിച്ചാൽ മതി, കാരണം എന്ന് വെച്ചാൽ കുറേ മാങ്ങ അത് കൊള്ളില്ല എന്നുള്ളത് നമുക്ക് അറിയൂലല്ലോ, വെറുതെ പറിച്ചൊക്കെ വേസ്റ്റാക്കി കളയണ്ട. അപ്പം എന്നോട് പറഞ്ഞാൽ പച്ചയുന്നുണ്ട്, നമുക്ക് ഉണക്കി വെയിലത്തിടാം. വെയിലെവിടെ, ഈ മഴക്കാറും പിടിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് തന്നെ വന്ന് വൈകുന്നേരം വന്നിട്ട് നമ്മളപ്പോഴത്തേക്കൊരു 3:45 ആയിട്ടുണ്ടായിരുന്നു. അമ്മയോട് ചായ ഇടാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം തൂത്ത് തുടയ്ക്കാൻ വേണ്ടി നിന്നു കേട്ടോ. പിന്നെ അമ്മ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സോഫ, നമ്മുടെ ടീപ്പോയി ഒന്ന് പൊക്കാൻ വേണ്ടിയിട്ട് മാഷിനോട് പറയും. എൻ്റെ കയ്യിന് ഇതുണ്ട്, പിന്നെ അതുമല്ല പീരിയഡ്സ് ആവാറായതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, നടുവേദനയും പിന്നെ ചെറിയ രീതിയിൽ പനിയും കാലുവേദനയും എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പൊക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അതൊന്ന് പൊക്കി തരുമോ, അതിൻ്റെ മാറ്റ് ഒന്ന് ബ്രഷ് ഇട്ടിട്ടൊന്ന് എടുത്ത് റെഡിയാക്കി തരുമോ എന്നൊക്കെ പറയുന്നിട്ട് ഞാൻ എൻ്റെ തുടക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞു. എന്നിട്ട് വേണം എനിക്ക് മേല് കഴുകിയിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാനുണ്ട്. കുറച്ച് പരിപാടികളേ ഉള്ളൂ. വൈകുന്നേരം ഇനിയിപ്പോൾ ചോറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് അമ്മ മാഷിന് ചായയൊക്കെ കൊണ്ടു കൊടുത്തു. മാഷ് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മേല് കഴുകാൻ വേണ്ടി പോയി. മേല് കഴുകി നമ്മൾ തിരിച്ച് വന്നു കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. അടുത്ത വീട്ടിൽ കാണാം കേട്ടോ.